ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് നല്ലൊരു നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ചേർന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള നാരങ്ങ വെള്ളം. ഇത് നമ്മുടെ ഡൈജഷന് ഒത്തിരി നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് ഈ ഒരു നാരങ്ങ വെള്ളം. ഇതിന് ആദ്യമായി നമുക്ക് വേണ്ടത് നാരങ്ങ വേണം. നാരങ്ങ അറിയാമല്ലോ, വൈറ്റമിൻ സിയുടെ ഒരു പവർ ഹൗസ് തന്നെയാണ്. ഒത്തിരി വൈറ്റമിൻ സി ഉണ്ട്. അതല്ലാതെ തന്നെ വേറെ കുറേ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ഈ നാരങ്ങ വെള്ളത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങ വെള്ളം കുടിക്കുവാണെങ്കിൽ ഒത്തിരി ആശ്വാസം കിട്ടും കേട്ടോ. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ് കൂടുതൽ ഇങ്ങനെയുള്ള കഫ് കോൾഡൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം നമ്മൾ പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ദഹന പ്രശ്നത്തിന് വരെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അന്നേരം ഇതിന് ഇനിയും നമുക്ക് വേണ്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പം പിഴിഞ്ഞെടുത്ത നാരങ്ങ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതെൻ്റെ കയ്യിൽ നിന്ന് വീണു. അന്നേരം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടു. ഇതേപോലെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് കേട്ടോ. ഫോളേറ്റ് ഉണ്ട്, വൈറ്റമിൻ B6, അങ്ങനെ ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ബീട്രൂട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എങ്കിൽ ചേർക്കേണ്ട, ഒരു ഹെൽത്തി ഓപ്ഷനാണ്. പഞ്ചസാര ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അത് എരിവിനനുസരിച്ച്. ഈ ഒരു ജ്യൂസിന് ഇച്ചിരി എരിവ് മുമ്പോട്ടുണ്ടെങ്കിലും നല്ല ഒരു ടേസ്റ്റായിട്ടോ. അന്നേരം കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളം ഈ മിക്സിയിലേക്ക് ഈ ബീട്രൂട്ടും ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും ഒക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ. ഇനിയും ബാക്കി അരച്ചതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിൽ സീഡ്സോ ചിയ സീഡ്സോ ചേർത്ത് കൊടുക്കാം. ബേസിൽ സീഡ്സും ചിയ സീഡ്സും ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ഫൈബറാണ് കേട്ടോ. നമ്മുടെ വയറ്റിൽ ഒത്തിരി ഇതാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഫൈബറുണ്ട്, അങ്ങനെ ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ചിയ സീഡ്സിന്. അതിന് ഞാൻ കുറച്ച് ചിയ സീഡ്സ് 2 ടേബിൾ സ്പൂണോളം, അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കുടിക്കാൻ നല്ലതാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറെപ്പോഴും ഒരു ഫില്ലായ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പുതിനയുടെ ഇല കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ പറ്റും. നാരങ്ങയുടെ ഒരു പീസ് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ചൊക്കെ കൊടുക്കാൻ പറ്റും. നല്ലൊരു ഹെൽത്തി നമ്മുടെ ലെമൺ ജ്യൂസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ.